ഹായ് ഹലോ, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് കാടമുട്ട അച്ചാറിൻ്റെ ഒരു റെസിപ്പി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് കാടമുട്ട അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിത് തൃശ്ശൂർക്ക് കൊടുത്തയക്കാനുള്ള ഒരു ഓർഡറാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അച്ചാർക്ക് വേണ്ട സാധനം മെയിനായിട്ട് വേണ്ടത് കാടമുട്ടയാണ്. അപ്പോൾ നമ്മൾ കാടമുട്ട വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കാന്താരിയാണ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ പ്രത്യേകം ഒരു മസാലക്കൂട്ടാണത്. പിന്നെ നമ്മളെ പൊടികളാണ്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ കാടമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു ആവറേജ് ആവുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കണം, അല്ലെങ്കിൽ ഡബ്ബർ പോലെ ആവും. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മളെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്ക് കടുക് ഉലുവയും ഇട്ട് കൊടുക്കാം. എനിക്കൊരു കൈക്കണക്കാണ്. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മൾ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മൂത്ത് വരുവോളം അതൊന്ന് നമുക്ക് ജസ്റ്റ് വാട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ പൊടി നല്ലോണം ഒന്ന് മൂത്ത് വരുവോളം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാം. പുലർത്താൻ നമുക്കിതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ വിനാഗിരി ഉപ്പൊക്കെ ഇതിലൊന്ന് ശരിയായി വരട്ടെ. കുറച്ച് നേരം ഇതൊന്ന് തിളച്ച് എണ്ണ ഒന്ന് തെളിയണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അത് നമ്മളതായ ഒരു കൂട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ട ചേർത്ത് 2 മിനിറ്റ് ഒന്നിങ്ങനെ തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചൂടാറിയിട്ട് ഡപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കാടമുട്ട അച്ചാർ.
അപ്പോൾ നമ്മൾ കാടമുട്ട അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് ചൂടാറാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.